എന്ന് പറയുന്നത് ലജ്ജാകരമായിരുന്നു. പാപത്തിന്റെ ജീവിതം ലജ്ജാകരമായ അപമാനത്താൽ നിറഞ്ഞിരിക്കുന്ന ജീവിതമാണ്. പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി, നിങ്ങൾ എന്ത് നേടി? അതുകൊണ്ട് പാപത്തെ ഏറ്റുപറയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, ഹല്ലേലൂയ, പാപങ്ങളെ ഏറ്റുപറയുക, ലംഘനങ്ങളെ മറച്ചു വെക്കരുത്, അത് ഏറ്റുപറയുക, ഉപേക്ഷിക്കുക തയ്യാറായാൽ ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കും. ദൈവം കരുണ കാണിച്ചാൽ പിന്നെ നിന്റെ ജീവിതം അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുവിശേഷ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പലരോടുമായി യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, പലരോടും ഇനി പാപം ചെയ്യരുത്. അപ്പോൾ പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആ പാപം നമ്മളെ രോഗിയാക്കി മാറ്റുന്നു. പാപം നമ്മളെ വേദനയുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നു. പാപം നമ്മളെ സാത്താന്റെ പ്രവർത്തികളിലേക്ക് കൊണ്ടുപോകുന്നു. പാപം നമ്മളെ അശുദ്ധമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. പാപം നമ്മുടെ ജീവിതത്തെ ക്യാൻസർ പോലെ കാർന്നു തിന്ന് നമ്മളെ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഇനി പാപം ചെയ്യരുത്. അവർക്ക് ദൈവം വിടുതൽ കൊടുത്തപ്പോൾ, സൗഖ്യം കൊടുത്തപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമാണ്, ഇനി നിങ്ങൾ പാപം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ള ഒരു കാര്യം, മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന വ്യക്തിയെ, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. ഹല്ലേലൂയ. നിന്റെ ലംഘനങ്ങളെ നീ മറക്കരുത്. നീ അവകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ എവിടെ നിന്ന് നിനക്ക് കരുണ ലഭിക്കും? ദൈവത്തിൽ നിന്നും നിനക്ക് കരുണ ലഭിക്കും. മനുഷ്യന്റെ കരുണ കൊണ്ട് ഒരു കാര്യമില്ല. ദൈവത്തിൽ നിന്നും കരുണ ലഭിച്ചെങ്കിലേ നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും കരുണ ലഭിച്ചെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. നീ മനുഷ്യന്റെ മുൻപിലല്ല നിന്റെ പാപങ്ങളെ ഏറ്റുപറയേണ്ടത്, ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നിന്റെ പാപങ്ങളെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവമുഖത്തു നിന്നും നിനക്ക് കരുണ ലഭിക്കും. അത് മതി നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ, പാപസ്വഭാവങ്ങൾ വിടുക, ഏറ്റുപറയുക. ആരോടാണ് ഏറ്റുപറയേണ്ടത്? ദൈവത്തോടാണ് ഏറ്റുപറയേണ്ടത്. യേശുവിനോട് നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനോട് നിന്റെ പാപങ്ങളെ ഏറ്റുപറയണം, മനുഷ്യരോടല്ല നീ ഏറ്റുപറയേണ്ടത്. മനുഷ്യരോട് ഏറ്റുപറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. പാപങ്ങൾക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്താലും ഒരു പ്രയോജനവുമില്ല. അതിനുവേണ്ടി എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഒരു പ്രയോജനവുമില്ല. പാപത്തെ ദൈവത്തോട് ഏറ്റുപറയണം. ലംഘനങ്ങളെ മറക്കരുത്. നിനക്ക് ശുഭത ലഭിക്കണമെങ്കിൽ, ശുഭകരമായ ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നീ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവിനടുത്തു നിന്നും, കർത്താവിന്റെ സമൂഹത്തിൽ നിന്നും ഹല്ലേലൂയ നിനക്ക് കരുണ ലഭിക്കും. അത് മതി നീ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ. എന്തേ നീ ഇങ്ങനെ ഇരിക്കുന്നു? എന്തേ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല? എന്തേ ആദ്യ സമ്മർദ്ദങ്ങൾ നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നിന്നെ ഭരിക്കുന്ന പാപം, നിന്റെ ജീവിതത്തിലെ നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാപം. ആ പാപത്തിന്റെ ശക്തിയാണ് നിന്നെ മുൻപോട്ട് പോകാതവണ്ണം നിന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് വിളിച്ചു പറയുന്നു, പാപങ്ങളെ ഏറ്റുപറയുക. ഹല്ലേലൂയ. ഇന്ന് ആരൊക്കെ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണോ? നിങ്ങളുടെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നിനക്ക് കരുണ ലഭിക്കും. ദൈവം നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിനക്ക് വേറൊരു ജീവിതം നിന്ന് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഉയർത്തുവാൻ ശക്തനാണെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. അവൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. നിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവം, നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ ശുദ്ധീകരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കുവാൻ, ശുഭമേറിയ ഒരു ജീവിതം നയിക്കുവാൻ, നന്മയാൽ
നിറഞ്ഞുള്ള അനുഗ്രഹത്താൽ നിറഞ്ഞുള്ള ഒരു ജീവിതം നയിക്കുവാൻ നാം ചെയ്യേണ്ടത് പാപങ്ങളെ ഏറ്റുപറയുക. പാപങ്ങളെ മറച്ചു വെക്കരുത്, ലംഘനങ്ങളെ മൂടി വയ്ക്കരുത്. അത് ദൈവത്തോട് ഏറ്റുപറയുമെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഒന്ന്, നിന്റെ പാപത്തെ ക്ഷമിക്കും. രണ്ട്, ഹല്ലേലൂയ, ക്ഷമിക്കുക മാത്രമല്ല, നിന്റെ സകല അനീതിയും പോക്കി, നിന്റെ ജീവിതത്തിൽ ഉള്ള സകല അനീതിയും പോക്കി നീ ഏറ്റുപറയുമ്പോൾ, ആ പറച്ചിലിന് ഭയങ്കര ശക്തിയുണ്ട്. നിന്റെ വായ കൊണ്ട് നീ ഏറ്റുപറയുമ്പോൾ, കർത്താവേ, ഞാൻ ചെയ്ത പാപങ്ങൾ അങ്ങയോട് ഏറ്റുപറയുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യനോട് ഏറ്റുപറയരുത്. മനുഷ്യൻ നിന്നെ വഞ്ചിക്കും, മനുഷ്യൻ നിന്നെ നാണം കെടുത്തും, മനുഷ്യൻ ദേശത്ത് നിന്നെ നാറ്റിക്കും. ഹല്ലേലൂയ. മനുഷ്യനോടല്ല നിന്റെ പാപങ്ങളെ ഏറ്റുപറയേണ്ടത്, മനുഷ്യനോടല്ല നിന്റെ ലംഘനങ്ങളെ പറയേണ്ടത്, മനുഷ്യനോടല്ല നിന്റെ കുറവുകൾ പറയേണ്ടത്, നിന്റെ അനീതികൾ മനുഷ്യരോടല്ല പറയേണ്ടത്. അങ്ങനെ പറയുന്നുവെങ്കിൽ അവർ നിന്നെ ദേശത്ത് നാറ്റിക്കും, നിന്നെ നാണക്കേടായി മാറ്റി, നിനക്ക് അപമാനം വരുത്തി വയ്ക്കും. എന്നാൽ നീ ദൈവത്തോട്, യേശുവിനോട് നിന്റെ പാപങ്ങളെ അറിയിക്കുന്നുവെങ്കിൽ, ഏറ്റുപറയുന്നുവെങ്കിൽ, നിന്റെ അനീതികളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നിന്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, ഈ യേശു എന്ത് ചെയ്യുന്നു? നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്റെ സകല അനീതിയും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന വിശ്വസ്തനും നീതിമാനുമൊഴിയ ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതിനാൽ നിന്റെ പാപങ്ങളെ ഏറ്റുപറയേണ്ടത് യേശുവിന്റെ പാദപീഠത്തിലാണ്. നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് യേശുവിനോടാണ്. അങ്ങനെയാണെങ്കിൽ ആ യേശു നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി, ഹല്ലേലൂയ, നിനക്ക് ഒരു നല്ല ജീവിതം നൽകി തന്ന്, ശുഭതയേറിയ ജീവിതം നൽകി തന്ന്, ദൈവം നിനക്ക് കരുണ കാണിച്ച് നിന്നെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂതായി വിളിച്ചു പറയട്ടെ. നിന്റെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയുക, നിന്റെ ലംഘനങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുക, നിന്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുക. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് അത് സകല അനീതിയും പോക്കി നിന്നെ ശുദ്ധീകരിച്ച് നിനക്കൊരു ജീവിതം, നിനക്കൊരു അനുഗ്രഹം, നിനക്കൊരു നന്മ, നിനക്കൊരു മുന്നേറ്റത്തെ തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ ദൈവത്തിൽ നിന്നും അങ്ങനെ കരുണയെ പ്രാപിപ്പാനായിട്ടിടയായി തീർന്നു. അവരുടെ പാപങ്ങൾ അവർ ദൈവത്തോട് അറിയിച്ചു, അവർ ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു. ദൈവം എന്ത് ചെയ്തു? അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു, അവരുടെ സകല അനീതിയും പോക്കി അവരെ ശുദ്ധീകരിച്ചു. മനുഷ്യനെ അല്ല ശുദ്ധീകരിക്കേണ്ടത്, ദൈവമാണ് മനുഷ്യനെ ശുദ്ധീകരിക്കേണ്ടത്. നിന്റെ അശുദ്ധിയെ നീക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിലെ അഴുക്ക് നമുക്ക് സോപ്പ് കൊണ്ടോ വെള്ളം കൊണ്ടോ കഴുകിയാൽ അത് നീങ്ങിപ്പോകും. പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ അകത്തിരിക്കുന്ന അശുദ്ധമായത്, പാപത്തെ ശുദ്ധീകരിക്കുവാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ രക്തം മാത്രമാണ്. യേശുവിന് മാത്രമേ നിന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയുള്ളൂ, യേശുവിന് മാത്രമേ നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയുള്ളൂ, യേശുവിന് മാത്രമേ നിന്നെ നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് കരുണ കാണിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം യേശു ക്രിസ്തുവാണ്. ആ യേശുവിനോട് നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. 38 വർഷമായി രോഗക്കിടയ്ക്ക് കിടന്നിരുന്ന മനുഷ്യനോട് പറഞ്ഞു, ഇനി നീ പാപം ചെയ്യരുത്. പാപം നിന്നെ രോഗിയാക്കും, പാപം നിന്നെ ശാപത്തിലേക്ക് കൊണ്ടുപോകും, പാപം നിന്റെ സമാധാനത്തെ എടുത്തു മാറ്റും, പാപം നിന്റെ കുടുംബത്തിന്റെ കലഹത്തെ കൊണ്ടുവരും, പാപം നിന്നെ ലഹരി വസ്തുക്കൾക്ക് അടിമയായി മാറ്റും, പാപം നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ നൽകി തരും, പാപം മറ്റുള്ളവരിൽ നിന്നെ അകറ്റിക്കളയും, പാപം നിന്റെ ഉറക്കത്തെ കെടുത്തും,
പാപം ഹാലൂയ ഒരുപക്ഷെ നിന്നെ ഹാലൂയ കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ഹാലൂയ സൂയിസൈഡിലേക്കോ നയിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ പാപങ്ങളെ നീ ദൈവത്തോട് ഏറ്റുപറയുക. മനുഷ്യനോടല്ല ഏറ്റുപറയേണ്ടത്, ഒരു മതത്തോടല്ല ഏറ്റുപറയേണ്ടത്, ഹാലൂയ മറ്റ് ഹാലിയ ഗുരുക്കന്മാരോടോ നേതാക്കന്മാരോടല്ല നീ ഏറ്റുപറയേണ്ടത്. നിന്നെ സൃഷ്ടിച്ച, നിന്നെ വീണ്ടെടുത്ത, നിന്നെ അനുഗ്രഹിക്കുന്ന യേശുവിനോട്, ദൈവത്തോട് നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. അങ്ങനെയാണെങ്കിൽ ആ ദൈവം നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന വിശ്വസ്തനും നീതിമാനുമായ ദൈവം. ആ ദൈവം പറയുന്നു, നിന്റെ ലംഘനങ്ങളെ മറച്ചു വെച്ചാൽ നിനക്ക് ശുഭം ലഭിക്കുകയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നോട് കരുണ കാണിക്കും. ഇന്ന് കരുണ അറ്റുപോയിരിക്കുന്നവരെ, കരുണ ലഭിക്കാത്തവരെ, നന്മ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന വ്യക്തിയെ, ജീവിതമേ, സമാധാനമില്ലാതെ ജീവിക്കുന്ന ജീവിതമേ, കുടുംബത്തിൽ സമാധാനമില്ലാതെ, മക്കൾക്ക് സമാധാനമില്ലാതെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ, ഉറക്കമില്ലാതെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന ജീവിതമേ, നിന്നോട് പറയുന്നു, നിന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കരുത്. അവയെ ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് ആളുകളെ കരുണ ലഭിക്കുവാൻ ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരിക. യേശു നിന്റെ പാപങ്ങളെ ക്ഷമിക്കും. യേശു നിന്റെ എല്ലാ അനീതിയും പോക്കും. യേശു നിന്നെ ശുദ്ധീകരിക്കും.